lovelies, welcome back to a new video. So today's video is about our Onam celebration with our family. Nice photo. No, see flower. That's flower? See, oh, what is this? Onash musical. Say. Onash musical. Happy. Happy Onam. Onam. So യൂഷ്വലി നമ്മൾ ഓണത്തിന് നമ്മൾ വീട്ടിൽ പോകും. വീട്ടിലെന്ന് വെച്ചാൽ ഡോണിൻ്റെ വീട്ടിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഇത്തവണ അവിടെ പോകാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണിന് നെക്സ്റ്റ് ഡേ തന്നെ വർക്ക് ഉണ്ട്. അപ്പോൾ അതൊരു വലിയ ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ ഓണം എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു. അപ്പനും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഉണ്ട്. സോ അവരുടെ കൂടെയായിരുന്നു ഇത്തവണത്തെ ഓണം. ട്രാൻസിഷൻ റീലാണ് ട്രാൻസിഷൻ റീൽ അത് അതായത് കൊള്ളാതെ മുടിയൊക്കെ അയ്യോ ഓ അതെ അയ്യോ അപ്പോൾ ഇതെൻ്റെ കസിൻ ബ്രദറാണ്, ഉണ്ണി എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഇടയ്ക്ക് വീഡിയോസിലൊക്കെ വരാറുണ്ട്. സോ അവനെ ഞങ്ങൾ വിളിച്ച് വരുത്തിയത് തന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് തരാനാണ്. ബിക്കോസ് ഇത് ഫിംഗർ പ്രിൻറ്റും ഫേസ് റെക്കഗ്നീഷനൊക്കെ വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. അപ്പോൾ അവൻ വന്നപ്പോൾ ആ ഡോർ അടച്ചിട്ടാണ് പോകുന്നത്, ബുദ്ധിമാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചുട്ടീനെ വിളിച്ച് താഴെ കൊണ്ടുവന്ന് അവളെ വിളിച്ചിട്ടാണ് പിന്നെ നമ്മൾ മുകളിൽ ഫ്ലാറ്റിൽ കയറിയത്. സോ ഇതാണ് അപ്പൻ്റെ അമ്മാമ്മയുടെയൊക്കെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് എത്തിയപ്പോൾ തന്നെ നമ്മളുടെ പൂക്കളം പരിപാടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആഫ്റ്റർ വെരി ലോങ് ടൈം ആട്ടോ ഞാൻ പൂക്കളമൊക്കെ ഇടാൻ തുടങ്ങിയത്. മീനിങ് വീട്ടിൽ നമ്മളല്ലാണ്ട് സെലിബ്രേഷനും ഓഫീസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂക്കളം നമ്മൾ കുറേ നാളായിട്ട് വീട്ടിലൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഡാഡി പോയ പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലൊന്നും പൂക്കളം ഒന്നും ഒരുക്കിയിട്ടില്ല. ജസ്റ്റ് സദ്യ കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു പൂക്കളമൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത്. ഇതെല്ലാം ഉണ്ണിയുടെ ഇതാട്ടോ. അപ്പോൾ അവനായിരുന്നു നിർബന്ധം പൂക്കളമൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ഇപ്രാവശ്യം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ നമ്മൾ പൂക്കളമൊക്കെ ഇട്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാഴയിലേക്ക് ഇട്ടു. സോ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ, സദ്യ കഴിക്കാനായിട്ട് പോവുകയാണ്. ഫ്യൂ ഓഫ് ദം വെർ മിസ്സിങ്. കുറച്ച് ഞങ്ങളുടെ റിലേറ്റീവ്സും കസിൻസൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും നന്നായിട്ടൊക്കെ ഉള്ളവരെ കൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ടൊക്കെ ആഘോഷിച്ചു. അപ്പോൾ അതായത് നമ്മൾ സദ്യയുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മളെല്ലാം വാങ്ങിച്ചതാണ്. സോ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും സദ്യ വാങ്ങാറുള്ള ഒരു പതിവാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷേ ജയമ വാസ് സെയിങ് ദാറ്റ് പണ്ടൊക്കെ കുറേ പണ്ട് അമ്മയും എല്ലാവരും ഒക്കെ ഓരോരോ കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാണ് നമ്മൾ സദ്യ കഴിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും കൂടെ ഉള്ളത്. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ബിസി ഷെഡ്യൂളായപ്പോൾ നമ്മൾ എല്ലാവരും സദ്യ മേടിക്കലാക്കി പതിവ്. എനിക്കൊരു ചെറിയ ഗ്ലാസ്സില് ശകലം മതിയേ. സോ അത് കഴിഞ്ഞ് ഇവരുടെ ഫ്ലാറ്റിൻ്റെ, അതായത് അപ്പൻ്റെ അമ്മാമ്മയുടെ ഫ്ലാറ്റിൻ്റെ അടിയിൽ നമുക്ക് ലോബിയിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പോയി. ആഫ്റ്റർ ദാറ്റ് നമ്മൾ തിരിച്ച് വീണ്ടും ഫ്ലാറ്റിൽ പോയി. സെക്കൻഡ് റൗണ്ട് ഓഫ് പായസം, അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് കുറേ നേരം ചിറ്റ്-ചാറ്റൊക്കെ ചെയ്ത് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. സോ ഉണ്ണീനെ പവനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായിരുന്നു. സോ അവനോടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് കലാശ കൊട്ടുന്ന രീതിയിൽ തേനു പൂക്കളം വൃത്തികേടാക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, അലങ്കോലമാക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇച്ച് നല്ലൊരു പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അവളെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ മൂഡ് കുറച്ച് മാറി തുടങ്ങി. പിന്നെ ഉറങ്ങണതിൻ്റെ ഇതിലേക്കൊക്കെ ആയി. അപ്പം ഞാൻ ഉറക്കാൻ കിടത്തുകയാണ്. സോ ഇത് ജയമയാണ്, പവൻ്റെ മദറാണ്. How is my side? This blouse is so cool. The way you cutting up a cool here. Thank you. And who stitched it? Mummy. Oh wow. Mummy stitch ചെയ്താ. ഡിസൈനൊക്കെ പറഞ്ഞു കൊടുത്തു മമ്മി. പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്താൽ.
അങ്ങനെ നല്ലൊരു അടിപൊളി ഓണം ആഘോഷിച്ചു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫൈനൽ റൗണ്ട് ഓഫ് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ദേ അവിടെ നിന്ന് ഇറങ്ങി. സോ എല്ലാവരുടെയും ഓണം ഇതുപോലെ തന്നെ അടിപൊളിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.